നെക്സ്റ്റ് ഓർഡറാണ് ബ്രാക്കറ്റ് ഓർഡർ. ബ്രാക്കറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത നമുക്ക് ഒരേ സമയം എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് മൂന്ന് എന്ത് ചെയ്യാം, ഒരൊറ്റ ഏതെങ്കിലും ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ മൂന്ന് ഒരുമിച്ച് ക്ലോസ് ആവും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. ബൈ ലിമിറ്റ് ഇട്ടു, ഓക്കെ, 1 ക്വാണ്ടിറ്റി കൊടുത്തു. ബ്രാക്കറ്റ് ഓർഡർ അല്ല, കവർ ഓർഡർ അല്ല, ബ്രാക്കറ്റ് ഓർഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റോപ്പ് ലോസും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും വരില്ല. ബ്രാക്കറ്റ് ഓർഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്ലേസ് ചെയ്യുന്ന ഓപ്ഷൻ വരും. നമ്മൾ ആദ്യം സ്റ്റോപ്പ് ലോസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1661.20. അതുപോലെ അടുത്ത പ്ലേസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റാണ് 1680.20. ഓക്കെ, എന്നിട്ട് ബൈ 1 ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ ഓപ്പണായി കാണുന്നത് വെറും എൻട്രി പ്രൈസ് മാത്രമാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓർഡർ പിക്ക് ചെയ്യണ സമയത്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും അതുപോലെ തന്നെ ഇവിടെ ടാർഗറ്റ് ഓർഡറും പ്ലേസ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തു, നമ്മളുടെ ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായി അല്ലെങ്കിൽ എന്തെങ്കിലും സിനാരിയോയിൽ നിങ്ങൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ബൈ ലിമിറ്റ് ഓർഡർ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രി പോയിന്റ് മാത്രം ക്ലോസ് ചെയ്ത് അന്നേരം തന്നെ സ്റ്റോപ്പ് ലോസും ക്യാൻസലാവും, ടാർഗറ്റും ക്യാൻസലാവും. ഇനി നിങ്ങൾ ടാർഗറ്റ് ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യും. ഇവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരിക്കൽ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ആഡ് ചെയ്യാൻ നോക്കരുത്. ഒരിക്കൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഓർഡർ എന്താവും, എക്സിറ്റ് ആവും. ഇതിൽ തന്നെ ഉണ്ട്, ഇതിപ്പോൾ നമ്മൾ ബൈ സൈഡ് ഔട്ടാണ് നോക്കിയത്. ഇതിൽ തന്നെ സെൽ സൈഡ് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്തു, ആദ്യം ഈ ഓർഡർ ക്ലോസ് ചെയ്യട്ടെ. ഇനി ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുക, ടാർഗറ്റ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം സെൽ ലിമിറ്റ് പ്ലസ് ക്ലിക്ക് ചെയ്യുക, സെൽ ലിമിറ്റ് കൊടുക്കുക, എൻട്രി പ്രൈസ് ഓൾറെഡി അവിടെ വെച്ച് ടാപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് വരും. 80 വേണ്ടുന്നത്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓർഡർ ഓപ്പൺ ചെയ്യുക, ടേക്ക് പ്രോഫിറ്റ് 1665.50, 1665.50. ഇനി അടുത്തത് പ്ലേസ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആണ് 1679.20. ഓക്കെ, സെൽ 1 ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ വരും. ഇനി നിങ്ങൾ ഓർഡർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് പെൻഡിങ്ങിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഒരു ടാർഗറ്റ് ഓർഡർ കാണാൻ വേണ്ടി പറ്റും. ഈ ഓർഡർ എപ്പോഴാണ് ഓപ്പണായി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യണത് ആ സമയത്താണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾക്ക് ഓപ്പണായിട്ട് കാണാൻ വേണ്ടി പറ്റുക.